നമ്മൾ തലേന്നേ പ്ലാൻ ചെയ്തതാണ് ഇന്നൊരു ആഹ്, കുട്ടി പൊതിച്ചോറ് ഉണ്ടാക്കാന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കായ, ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞ് ഏത്തക്കായ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. മൂപ്പത്തിനേക്ക് മുന്നേ ഒടിഞ്ഞു വീണു. അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ചിരുന്നതാണ്. കായൊക്കെ അരിഞ്ഞ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏത്തക്കായയുടെ. പിന്നീട് ഒരു രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെല്ലാനും അരിഞ്ഞെടുത്ത് ഒരു രസം കൂടി ഉണ്ടാക്കി. അതിനോടൊപ്പം തന്നെ കായയൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. രസം റെഡിയായി. ഇനി നമുക്കൊരു ഉപ്പുമാങ്ങ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് രണ്ട് മുളക് എടുക്കുന്നുള്ളൂ. ഭയങ്കര എരിവുള്ള മുളകാണ്. ഒടങ്കൊല്ലി അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ പിന്നെ വന്നപ്പോഴേക്കും അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം തന്നെ ചമ്മന്തി ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മോൾക്ക് വേണ്ടിയിട്ട് എരിവില്ലാതെ ഒരു കുഞ്ഞ് ഓംലെറ്റും, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഇച്ചിരി സവോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഓംലെറ്റ് ഓരോന്നും കൂടി ഉണ്ടാക്കിയെടുത്തു. ഓംലെറ്റും റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കായ വേവിച്ച് വെച്ചതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ച് അതിലേക്ക് കായൊക്കെ ഇട്ട് നമ്മളൊരു കായ ഉലർത്തും കൂടി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് കറികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ കുത്തരിച്ചോറല്ല ഇവിടെ കൂടുതലായിട്ടും, ഇവിടെ വെള്ളച്ചോറാണ്. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചോറും വെച്ച് പിന്നെ കുറച്ച് ഉപ്പുമാങ്ങ തേങ്ങ ചമ്മന്തിയും പിന്നെ കുറച്ച് രസം ഒഴിച്ചു. പിന്നെ ഒരു ഓംലെറ്റും വെച്ചു. പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ഒരു വടുകപ്പുളിയൻ നാരങ്ങയുടെ അച്ചാറാണ്. അത് നമ്മൾ മുളക് പൊടിയൊന്നും ഇടാതെ കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് കേട്ടോ ഇതിനൊരു കളറൊന്നും ഇല്ലാത്തത്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് പിന്നെ കുറച്ച് കായ ഉലർത്തും കൂടി വെച്ചു. അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ പൊതി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തു. കാരണം ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ഇതിൻ്റെ ആ കറിയുടെ ആ രുചിയൊക്കെ ഒന്ന് ചോറിലേക്ക് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ പൊതിച്ചോറ് കെട്ടി വെക്കുകയാണ്. അപ്പോൾ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് കറികൾ മാത്രം വെച്ചിട്ട് ഒരു കുഞ്ഞു പൊതിച്ചോറ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.